ഹായ് ഫ്രണ്ട്സ്, NSN ജോബ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള സർക്കാർ സർവീസിൽ ഡ്രൈവർ തസ്തികയിലേക്ക് സ്ഥിര നിയമനത്തിനായി PSC വഴി അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നതിനെ പറ്റിയാണ്. കാറ്റഗറി നമ്പർ 621/2024 പാർട്ട് 1 നേരിട്ടുള്ള നിയമനം. കേരള സർക്കാർ സർവീസിൽ താഴെ പറയുന്ന തസ്തികയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നതിന് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും മാത്രം ഓൺലൈനായി അപേക്ഷകൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്തതിനു ശേഷം മാത്രമേ സമർപ്പിക്കാൻ പാടുള്ളൂ. ഇതിനോടകം രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് തങ്ങളുടെ പ്രൊഫൈൽ വഴി അപേക്ഷിക്കാവുന്നതാണ്. ഇനി നമുക്ക് വകുപ്പ് നോക്കാം. വിവിധ വകുപ്പുകളിലേക്ക്, അതായത് NCC, വിനോദസഞ്ചാരം, എക്സൈസ്, പോലീസ്, സൈനികക്ഷേമം, ട്രാൻസ്പോർട്ട് എന്നിവ ഒഴികെ ബാക്കിയുള്ള കേരള സർക്കാരിന്റെ മറ്റു വകുപ്പുകളിൽ ഒഴിവരുന്ന ഡ്രൈവർ തസ്തികകളിലേക്ക് ഈ നോട്ടിഫിക്കേഷൻ വഴി നിയമനം ലഭിക്കുന്നതായിരിക്കും. ഉദ്യോഗപ്പേര് ഡ്രൈവർ ഗ്രേഡ് 2 LDV, ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് LDV. ശമ്പളം 25,100 രൂപ മുതൽ 57,900 രൂപ വരെയാണ്. ഇതില് ഒഴിവുകൾ ജില്ലാ അടിസ്ഥാനത്തില് പ്രതീക്ഷിത ഒഴിവുകളാണ്. ഒഴിവുകൾ അങ്ങനെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. എല്ലാ ജില്ലകളിലും ഒഴിവുകളുണ്ട്. പ്രതീക്ഷിത ഒഴിവുകൾ എന്നാണ് തൽക്കാലം തന്നിരിക്കുന്നത്. എന്നാലും എല്ലാ ജില്ലകളിലും ഒഴിവുകൾ വരുന്നതനുസരിച്ച് നിയമനം നടത്തുന്നതായിരിക്കും. വിജ്ഞാപന പ്രകാരം ഈ തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികൾ മുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു ജില്ലയിലേക്ക് മാത്രം അപേക്ഷ സമർപ്പിക്കേണ്ടതും അപേക്ഷയുടെ നിർദ്ദിഷ്ട കോളത്തിൽ ജില്ലയുടെ പേര് രേഖപ്പെടുത്തേണ്ടതുമാണ്. ഇതിന് വിപരീതമായ ഒരു ഉദ്യോഗാർത്ഥി ഒന്നിൽ കൂടുതൽ ജില്ലകളിൽ അപേക്ഷകൾ സമർപ്പിച്ചിട്ടുള്ളതായോ തന്നിമിത്തം തിരഞ്ഞെടുക്കപ്പെടുവാൻ ഇടയായതായോ തെളിഞ്ഞാൽ പ്രസ്തുത അപേക്ഷകൾ നിരുപാധികം നിരസിക്കപ്പെടുന്നതും അവരുടെ മേൽ അച്ചടക്ക നടപടികൾ സ്വീകരിക്കുന്നതുമാണ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തത് നിയമന രീതിയാണ്. നേരിട്ടുള്ള നിയമനമാണ്. പ്രായപരിധി 18 വയസ്സ് മുതൽ 39 വയസ്സ് വരെ. ഉദ്യോഗാർത്ഥികൾ 2/1/1985 1/1/2006 ഇടയിൽ ജനിച്ചവരായിരിക്കണം. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്കും മറ്റ് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്കും നിയമാനുസൃത ഇളവുകൾ ഉണ്ടായിരിക്കും. യോഗ്യതകൾ ഇനി നോക്കാം. 7ാം ക്ലാസ് അല്ലെങ്കിൽ 3rd ഫോം പാസ്സായിരിക്കണം. ലൈറ്റ് ഡ്യൂട്ടി വാഹനങ്ങൾ ഓടിക്കുന്നതിന് അനുവദിച്ചുകൊണ്ടുള്ളതും ചുരുങ്ങിയത് 3 വർഷമായി പ്രാബല്യത്തിലുള്ളതുമായ നിലവിലുള്ള സാധുവായ ലൈസൻസ് ഉണ്ടായിരിക്കണം. ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. അടുത്തതായിട്ടുള്ളത് ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾ ഓടിക്കാനുള്ള കഴിവ്. ഇത് PSC നടത്തുന്ന പ്രായോഗിക പരീക്ഷയിലൂടെയാണ് തെളിയിക്കേണ്ടത്. അത് H ടെസ്റ്റും അതുപോലെ തന്നെ റോഡ് ടെസ്റ്റുമാണ്. H ടെസ്റ്റിൽ വിജയിക്കുന്നവരെ മാത്രമേ റോഡ് ടെസ്റ്റിൽ പങ്കെടുപ്പിക്കുകയുള്ളൂ. ഇനി പറയുന്നത് ശാരീരിക യോഗ്യതകളാണ്. ചെവി, പൂർണ്ണമായ ശ്രവണശേഷി ഉണ്ടായിരിക്കണം. കണ്ണ്, ദൂരക്കാഴ്ച, വലതു കണ്ണിനും ഇടത് കണ്ണിനും 6/6 സ്നെല്ലർ. സമീപക്കാഴ്ച 2 കണ്ണിനും 0.5 സ്നെല്ലൻ. കളർ വിഷൻ സാധാരണമായിരിക്കണം. മാലക്കണ്ണ് ഇല്ലാതിരിക്കണം. പേശികളും സന്ധികളും തളർവാദം ഉണ്ടായിരിക്കരുത്. എല്ലാ സന്ധികളും ആയാസരഹിതമായി ചലിപ്പിക്കാവുന്നവയായിരിക്കണം. ഇനി ഞരമ്പ് ഘടനയാണ്. പൂർണ്ണമായും സാധാരണ രീതിയിലുള്ളതായിരിക്കണം. പകർച്ചവ്യാധികൾ യാതൊന്നും ഉണ്ടായിരിക്കരുത്. ഇനിയുള്ളത് ഉദ്യോഗാർത്ഥികൾ അപേക്ഷയുടെ കോളത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ്, ഡ്രൈവിംഗിലുള്ള പരിചയം തുടങ്ങിയവ സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങൾ രേഖപ്പെടുത്തേണ്ടതാണ്. തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഉദ്യോഗാർത്ഥികൾക്ക് സാധുവായ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. അതായത് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതിയിലും OMR പരീക്ഷ അല്ലെങ്കിൽ ഓൺലൈൻ പരീക്ഷ, പ്രായോഗിക പരീക്ഷ, OTV, ഇന്റർവ്യൂ എന്നിവ നടത്തുന്ന തീയതികളിലും. അതേപോലെ ഈ വിജ്ഞാനപ്രകാരം തയ്യാറാക്കപ്പെടുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്നും ഉദ്യോഗാർത്ഥികളെ ഊഴം അനുസരിച്ച് ആ സ്ഥാന ഒഴിവുകളിലേക്കും നിയമന ശുപാർശ ചെയ്യുന്നതാണ്. പ്രൊബേഷൻ, ഈ തസ്തികയിൽ നിയമിക്കപ്പെടുന്നവർ ജോലിയിൽ പ്രവേശിച്ച തീയതി മുതൽ തുടർച്ചയായ 3 വർഷക്കാലയളവിനുള്ളിൽ ഡ്യൂട്ടിയിലുള്ള 2 വർഷക്കാലം പ്രൊബേഷനിലായിരിക്കുന്നതാണ്. ഫിസിക്കൽ ഫിറ്റ്നസ്, അതായത് ശാരീരിക ക്ഷമതയുടെയും അതുപോലെ തന്നെ കണ്ണിന്റെ കാഴ്ചശക്തിയുടെയും മെഡിക്കൽ സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷാ ഫോറം വിജ്ഞാപനത്തിൽ അതിന്റെ ഫോർമാറ്റ് നൽകിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കോപ്പി എടുത്ത് സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കാവുന്നതാണ്. ഇനി നമുക്ക് അപേക്ഷകൾ സമർപ്പിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് നോക്കാം. ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയ www.keralapsc.gov.in വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രമേ അപേക്ഷിക്കാൻ പാടുള്ളൂ. ഈ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ID-യും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെയാണ് അപേക്ഷിക്കേണ്ടത്. ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുമ്പോഴും പ്രസ്തുത തസ്തികയോടൊപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ലിങ്കിലെ അപ്ലൈ നൗ എന്നതിൽ മാത്രം ക്ലിക്ക് ചെയ്യേണ്ടതാണ്. ഫോട്ടോയുടെ താഴെ
ഉദ്യോഗാർത്ഥിയുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം. നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അപ്ലോഡ് ചെയ്ത ഫോട്ടോയ്ക്ക് ഫോട്ടോ എടുത്ത തീയതി മുതൽ 10 വർഷക്കാലത്തേക്ക് പ്രാബല്യം ഉണ്ടായിരിക്കും. പുതിയതായി പ്രൊഫൈൽ ആരംഭിക്കുന്ന ഉദ്യോഗാർത്ഥികൾ 6 മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഫോട്ടോ സംബന്ധിച്ച മറ്റ് നിബന്ധനകൾക്കൊന്നും തന്നെ മാറ്റമില്ല. അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല. അതേപോലെ തന്നെ പാസ്വേഡ് രഹസ്യമായി സൂക്ഷിക്കേണ്ടതും വ്യക്തിഗത വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തേണ്ടതും ഉദ്യോഗാർത്ഥിയുടെ ചുമതലയാണ്. ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുൻപും തൻ്റെ പ്രൊഫൈലിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിവരങ്ങളൊക്കെ ശരിയാണെന്ന് ഉദ്യോഗാർത്ഥി ഉറപ്പായിട്ടും നോക്കി തിട്ടപ്പെടുത്തേണ്ടതാണ്. കമ്മീഷനുമായുള്ള എല്ലാ കത്തിടപാടുകളിലും യൂസർ ID പ്രത്യേകം രേഖപ്പെടുത്തേണ്ടതാണ്. കമ്മീഷന് മുൻപാകെ ഒരിക്കൽ സമർപ്പിച്ചിട്ടുള്ള അപേക്ഷ സ്വാഭാവികമായി സ്വീകരിക്കപ്പെടുന്നതാണ്. അപേക്ഷാ സമർപ്പണത്തിന് ശേഷം അപേക്ഷയിൽ മാറ്റം വരുത്തുവാനോ വിവരങ്ങൾ ഒഴിവാക്കുവാനോ സാധിക്കത്തില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കണം. ഭാവിയിലെ ഉപയോഗത്തിനായിട്ട് നിങ്ങൾ ഓൺലൈൻ അപേക്ഷയുടെ സോഫ്റ്റ് കോപ്പി, അതായത് പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. ഉദ്യോഗാർത്ഥികൾ അവരുടെ പ്രൊഫൈലിലെ മൈ ആപ്ലിക്കേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2025 ജനുവരി 29 ബുധനാഴ്ച രാത്രി 12 മണി വരെ ആയിരിക്കും. ഇത്രയുമാണ് ഈ തസ്തികയെ പറ്റി പറയാനുള്ളത്. എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.